sign. Another special day with special people having fun. Hey, happy birthday, happy birthday, happy birthday. Another page to turn in you. I hope that all your dreams come true. So let's raise a glass to you. Happy birthday, happy birthday, happy birthday. എന്ന് എനിക്കറിയാം. അത് സ്വാഭാവികം. നമ്മുടെ എല്ലാ പരിപാടിക്കും എങ്ങനെയാണല്ലോ കുറച്ചൊക്കെ ലാഗ് വരണം. എന്നാലാണ് മലയാളികളാണ്, എവിടെ പോയാലും കൃത്യസമയത്ത് നമുക്കൊരിക്കലും ഒരു പരിപാടി തുടങ്ങാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. സോ ഇന്നത്തെ ദിവസവും സ്നേഹം നിറഞ്ഞ നിങ്ങളെല്ലാവർക്കും, ഇനി ആരെങ്കിലും പുറത്ത് എവിടെയെങ്കിലും മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അകത്തേക്ക് വരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ആരുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇന്നത്തെ എല്ലാവർക്കും അറിയാം, നമ്മളൊരു കുടുംബമാണ്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമുക്കറിയാം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പൊന്നമ്മന അമ്മ, കുറച്ച് ആൾക്കാർക്ക് ചേച്ചിമാരാണ്, കുറച്ച് ആൾക്ക് ഇളയമ്മമാരാണ്, കുറച്ച് ആൾക്കാർക്ക് അമ്മൂമ്മമാരാണ്. അങ്ങനെ ഒരു ജനറേഷൻ്റെ ഗ്യാപ്പ് എല്ലാം കൊണ്ടും നമ്മുടെ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എല്ലാവരും. ഒത്തിരി നാളുകളായി ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ഒത്തുകൂടിയിട്ട്, ഞങ്ങൾ 3 മക്കളും ഒരുമിച്ച് ഒത്തുകൂടണം എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹത്തിൻ്റെ സാഫല്യമാണ് ഇന്ന് നമ്മൾ. ശരിയാണ്, നമുക്ക് 2 സഞ്ജയ്ക്കും കാവ്യയ്ക്കും അവരെ പഠിത്തവും ജോലി തിരക്കുകൊണ്ട് ഇവിടെ എത്താൻ പറ്റിയില്ല. മറിച്ച് എല്ലാവരും തന്നെ ഇവിടെ എത്താൻ സാധിക്കുകയുണ്ടായി. അമ്മേനെ പറ്റി പറയുകയാണെങ്കിൽ പലവർക്കും ഒത്തിരി നിർവചനങ്ങളുണ്ടാവും. ഒത്തിരി കലാകാരന്മാർ എഴുതിയിട്ടുണ്ട്, ഒത്തിരി കവിതകളുണ്ട്, ഒത്തിരി കലാസാഹിത്യങ്ങളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ പറയാനായിട്ട് ഞാൻ എൻ്റെ മൂത്ത സഹോദരനെ കുറച്ച് പേമ വിളിക്കുന്നതായിരിക്കും. അമ്മേനെ പറ്റി നമുക്ക് നിർവചിക്കേണ്ട കാര്യമില്ല. അമ്മ എന്നും നമ്മുടെ അമ്മയാണ്. ചെറിയ ഒരു വേദന വന്നാൽ ആദ്യം നമ്മൾ ആരെയാണ് വിളിക്കുക? അമ്മേനെ വിളിക്കുകയുള്ളൂ. അതാണ് സത്യം. സോ അമ്മയ്ക്ക് അമ്മേനെ ഈ വേദിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ 3 ആൺമക്കളാണ്. സോ ഞങ്ങൾക്ക് പെൺമക്കളില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ അമ്മയുടെ 3 മരുമക്കളെയും ഈ വേദിയിലേക്ക് അമ്മേനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ക്ഷണിക്കുകയാണ്. എല്ലാവരും നിങ്ങളൊരു നല്ല കൈയോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
അമ്മയ്ക്ക് നല്ല നാണമുണ്ട് അമ്മയുടെ ജീവിതത്തിൽ. ഇതേപോലെ ഒരു സ്റ്റേജിൽ കയറിയൊരവസ്ഥ എനിക്ക് തോന്നുന്നില്ല. സോ പിന്നെ നമ്മളൊരു കുടുംബവും എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം. പറ്റാത്തൊരു കാര്യമാണ് ഞാനിപ്പോൾ ഏറ്റെടുത്തത്. ഈ ആങ്കറിൻ്റെ ജോലി എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ചും ആരും ഇല്ലാത്തത് കൊണ്ടും പെട്ടെന്ന് ഞാനത് അങ്ങോട്ട് ഏറ്റെടുത്തുകൊണ്ടും ഇതിനെപ്പറ്റി ഒരു കഥാപ്രഭാഷണം ഉണ്ടാക്കാനുള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ടും വേറെ ഒന്നുമില്ല. നമുക്ക് ലാരി ടോം അച്ഛന് എവിടെയുണ്ട്, അച്ഛനെ ഈ സമയത്ത് നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു പ്രയർ മീറ്റിങ്ങോടുകൂടി നമുക്ക് ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇത് ആരംഭിക്കാം. അച്ഛനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അനുഗ്രഹദായകനായ ദൈവമേ, ഞങ്ങളെല്ലാവരും അങ്ങേ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ സന്നിധിയിൽ ഉണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഞങ്ങൾ അങ്ങേ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാവിധ ദൈവാനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം 80ാം ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയ ത്രേസ്യാമ്മ ചേച്ചിയെയും പ്രത്യേകം അവരുടെ മക്കളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അങ്ങേക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നുള്ള അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഫോർ ദ സേക്ക് ഓഫ് ദോസ് ഹു ഡു നോട്ട് നോ മലയാളം. Almighty and ever living God, we come before you, knowing, believing, trusting that you are very much present in our midst. Lord, we ask you to enrich our fellowship, understanding and friendship as we gather here to honor our beloved Thresyamma Chechi. Bless her with all the necessary graces. She may continue to grow in your love and be able to honor you as our Lord and God. We ask this in the name of Jesus the Lord. അമ്മേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തി, മഹത്വം എന്നേക്ക് അങ്ങയുടേതാകുന്നു. ആമേൻ. Our Father who art in heaven, hallowed be thy name, thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread and forgive us our trespasses as we forgive those who trespass against us, and lead us not into temptation but deliver us from evil. Amen. നമുക്കെല്ലാവരും ത്രേസ്യാമ്മ ചേച്ചിയുടെ നേരെ കൈ പൊക്കി അനുഗ്രഹമായിട്ട് നമുക്ക് പാടാം. Happy birthday to you, happy birthday to you, happy birthday to you, dear Thresyamma Chechi. Happy birthday to you. May God bless you. May God bless you. May God bless you, dear Thresyamma Chechi. Happy birthday to you. അച്ഛനെ കൊണ്ട് ഒരു പരിശുദ്ധാത്മാവിൻ്റെ പാട്ടും കൂടിയും പാടിയിട്ട് നമുക്ക് ആഘോഷകരമായ കേക്ക് കട്ടിങ് സമയം. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ
വിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ രാജ്യത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയൻ. പ്രത്യേക ഒരു ചടങ്ങിന് ബിഷപ്പിൻ്റെ കൂടെ വന്നതാണ്. നാളെ അച്ഛൻ പോവുകയും ചെയ്യും. സോ അച്ഛന് പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്കൊരു ചടങ്ങ് കൂടിയുണ്ട്. നിങ്ങളെല്ലാവരും വെൽക്കം ചെയ്യാനായിട്ട് നിങ്ങൾക്കറിയാം മൂത്തച്ചേട്ടനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കേക്ക് കട്ട് സെറമണിയിലേക്ക് പോവുകയാണ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 70 വയസ്സ് ആഘോഷിക്കുമ്പോൾ മലയാളത്തിൽ സപ്തതി എന്ന് പറയും. 90 വയസ്സിന് നവതി എന്ന് പറയും. അതേപോലെ 80 വയസ്സിനും മലയാളത്തിലൊരു വാക്കുണ്ട്. ഗൂഗിൾ ചെയ്ത് പറയണ്ട, അതിൻ്റെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഒരു രസകരമായ ഒരു വാക്കാണ്. അശീതി എന്നാണ് പറയുന്നത്. 80 വയസ്സിന് പറയുന്നത് അശീതി എന്നാണ്. അപ്പൊ ഇനി ആരും മറക്കുമല്ലോ. ഇനിയിപ്പോൾ നമ്മുടെ കടമയിലേക്ക് കിടക്കാം. സ്നേഹം നിറഞ്ഞ ലാരി അച്ഛ, ബന്ധുമിത്രാദികളെ, ഏവർക്കും എൻ്റെ നമസ്കാരം. നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ ഈ വിഷുദിനത്തിൽ നിങ്ങളെ എല്ലാവരെയും മറ്റൊരു സന്തോഷ നിമിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. ഏവർക്കും ഈ പിറന്നാൾ ആഘോഷ പരിപാടികളിലേക്ക് സ്വാഗതം. ഒപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു ദിവസമല്ല, മറിച്ച് ഇരട്ടി മധുരമുള്ളൊരു ദിനമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ കണിക്കൊന്നയും കൈനീട്ടവുമായി ഐശ്വര്യത്തിൻ്റെ വിഷു ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യമായ പ്രിയപ്പെട്ട അമ്മയുടെ 80ാം പിറന്നാളും ഇന്നാണെന്നതിൽ ഞങ്ങൾക്ക് അതീവ സന്തോഷമുണ്ട്. വിഷുവിന് പൊട്ടിക്കുന്ന പടക്കത്തിൻ്റെ ശബ്ദം കേട്ടാണ് അമ്മയെ പ്രസവിച്ചതെന്ന് തമാശ രൂപേണ പറയാറുണ്ട്. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് കണിക്കൊന്നയുടെ അഴകനേക്കാളും വിഷു കൈനീട്ടത്തിൻ്റെ മൂല്യത്തെക്കാളും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകാശമായി നിൽക്കുന്നത് അമ്മയുടെ സാന്നിധ്യം ഒന്നു മാത്രമാണ്. 8 പതിറ്റാണ്ടുകൾ, 80 നീണ്ട വർഷങ്ങൾ. അമ്മയുടെ മുടിയിഴകളിൽ വെള്ളി പൂശിയിട്ടുണ്ട്, മുഖത്ത് ചുളിവുകളും വീണിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആ ഹൃദയത്തിന് ഇന്നും 18ന്റെ കരുത്തും സ്നേഹവുമാണ്. ദൈവത്തിന് എല്ലായിടത്തും ഒരേ സമയം എത്താൻ കഴിയാത്തതുകൊണ്ടാണ് ഭൂമിയിൽ അമ്മമാരെ സൃഷ്ടിച്ചത് എന്ന് പറയാറുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ആ വാചകം അന്വർത്ഥമാണ്. ഞങ്ങൾ നടന്നു വന്ന വഴികളിലെല്ലാം വെളിച്ചമായും, തളർന്നപ്പോൾ താങ്ങായും, പരാജയപ്പെട്ടപ്പോൾ ധൈര്യമായും, സുഖദുഃഖങ്ങളിലെല്ലാം അമ്മയും അപ്പനും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. അപ്പൻ ഞങ്ങളെ വിട്ടുപോയിട്ട് 16 വർഷങ്ങളായി. ഞങ്ങളുടെ അപ്പനെ ഇത്തരണത്തിൽ സ്നേഹത്തോടെ സ്മരിക്കുന്നു. സ്വാർത്ഥതയില്ലാത്ത സ്നേഹം എന്താണെന്ന് ഞങ്ങൾ പഠിച്ചത് അപ്പൻ്റെയും അമ്മയുടെയും വലിയ മനസ്സുകളിൽ നിന്നാണ്. ഈ 80ാം വയസ്സിലും ഞങ്ങളുടെ ചെറിയ ആകുലതകളിൽ പോലും പങ്കുചേരുന്ന അമ്മയുടെ ഈ സാമീപ്യമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷു കൈനീട്ടം. അമ്മേ, ഞങ്ങൾ ഈ നിലയിൽ എത്തിച്ചതിന്, പകർന്നു നൽകിയ മൂല്യങ്ങൾക്ക്, ഞങ്ങൾക്കായി സഹിച്ച കഷ്ടപ്പാടുകൾക്ക് എത്ര നന്ദി പറഞ്ഞാലും അത് പകരമാവില്ല. വരും വർഷങ്ങളിലും ഇതേ ചിരിയോടെ, ഇതേ പ്രസന്നതയോടെ, ആരോഗ്യവതിയായി ഞങ്ങളുടെ കൂടെ അമ്മയുണ്ടാകണം എന്ന് മാത്രമേ ഈ ശുഭദിനത്തിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളൂ, ആശംസിക്കാനുള്ളൂ. ഇവിടെ സന്നിഹിതരായ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഹൃദയം നിറഞ്ഞ 80ാം ദിന ആശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ അമ്മേ. നന്ദി, നമസ്കാരം. നിങ്ങളെല്ലാവരും, നമ്മുടെ മരുമക്കളും അമ്മയുടെ മക്കളും എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് അമ്മേനെ ഒരു നല്ല കൈയോടുകൂടി അമ്മയ്ക്ക് നിങ്ങൾക്ക് എല്ലാവരും അറിയാം, അച്ഛൻ പാടി എല്ലാവരും നല്ല ഉറക്കുന്ന ഒരു ഹാപ്പി ബർത്ത്ഡേ അറിയാവുന്ന രീതിയിൽ പാടിയാൽ മതി. ഓക്കെ അല്ലേ? Happy birthday to you. Happy birthday to you. Happy birthday to dear Ammachi. Happy birthday to you. May the good God bless you. May the good God bless you.
May the good God bless you, dear. Happy birthday to you. Happy birthday to you. Happy birthday to you. നിങ്ങളെല്ലാവരും അമ്മയ്ക്ക് വന്ന് കേക്ക് കൊടുക്കുന്നുണ്ട്, സ്നേഹാദരം പ്രകടിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും തന്നെ വരണം കേട്ടോ, ആരും മാറി നിൽക്കരുത്. അമ്മയുടെ ഒരു അനീതി റീത്ത ചേച്ചി എന്ന് പറയും, അത് ഒരു ലെറ്റർ അയച്ചു തന്നിട്ടുണ്ട് വാട്സാപ്പിൽ. റീത്ത ചേച്ചിയുടെ പ്രത്യേക ആഗ്രഹപ്രകാരം ഞാനത് വായിക്കുകയാണ്. താങ്ക് യു. ഇതിൻ്റെ ഒരു ഹെഡിങ് തന്നെ കുഞ്ഞേച്ചി 80 എന്ന് പറഞ്ഞിട്ടാണ്. സ്നേഹവാത്സല്യത്തിൻ്റെ ചിറകുകൾ ആകാശവാനവിധാനത്തിൽ അലയടിച്ച് ഉയരും പോലെ രണ്ട് കൈകളും കുരിശ ആകൃതിയിൽ വിരിച്ചു പിടിച്ച് സഹനത്തിൻ്റെ കരുതലിൻ്റെ കാൽമുട്ടുകൾ മടക്കി നീന്തിയും കുത്തിയും ഇഴഞ്ഞും സർവശക്തൻ്റെ മുമ്പിൽ തൻ്റെ കുടുംബത്തെയും മക്കളുടെയും കൊച്ചുമക്കളുടെയും സുന്ദര ഭാവിക്ക് വേണ്ടി നിരന്തരം കേണപേക്ഷിക്കുന്ന അമ്മ, നിരന്തര പ്രാർത്ഥനയിൽ സ്വഭർത്താവിനെ ചിന്തയാകുന്ന സ്വർഗത്തിൽ സന്ദർശിക്കുന്ന ഭാര്യ, വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ക്ഷേമമന്വേഷിക്കുകയും തന്നാൽ കഴിയും വിധം സഹായഹസ്തങ്ങൾ നൽകുന്ന നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സ്നേഹ സഹോദരി, അപ്പച്ചൻ, അമ്മയുടെ ഒന്നാം കുഞ്ഞുവാവ, രണ്ട് ചേച്ചിമാരുടെ കുഞ്ഞനുജത്തി, പിന്നെ സംഘത്തിൽ മടക്കുഞ്ഞേച്ചികളെ എൻ്റെ പ്രിയപ്പെട്ട തലവട്ടമോൾ. ഇന്ന് 80ാം വാർഷിക പരിപാടികൾ, സോറി കേട്ടോ, ഇടയ്ക്ക് എനിക്ക് കിട്ടുന്നില്ല, ഞാൻ നല്ല കൂട്ടി വയ്ക്കുകയാണ്. വാർഷിക പരിപാടികൾ ഈ സുന്ദര ദിനത്തിൽ എല്ലാ പിറന്നാൾ മംഗളങ്ങളും ഈശ്വരാനുഗ്രഹങ്ങളും നേരുന്നു. സ്നേഹത്തോടെ റീത്ത ആന്റണി കുടുംബം. താങ്ക് യു. എനിക്ക് പറയാനുള്ളത്, ചേച്ചി അവിടെ ഇരിക്കുക. ഞങ്ങൾ ചെറുപ്പം മുതൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. എനിക്ക് ഓർമ്മ, എൻ്റെ ചെറിയ ഓർമ്മയിലുള്ളത് ചേച്ചിയുടെ കല്യാണമായിരുന്നു. കല്യാണമല്ല, പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ജോയിച്ചേട്ടൻ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ചെറിയ ഓർമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കൂട്ടുകിടക്കാൻ പോകലും, അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളുണ്ട്. പിന്നെ സഹോദരങ്ങളൊക്കെ വിദേശത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്നത് ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പരസ്പര സഹായ സഹകരണങ്ങളായിരുന്നു. പാല് മേടിക്കാൻ പോകലും വരലും, അതുപോലെ വീട്ടിലെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേച്ചിയാണ് ഒരു സഹായമായിട്ട് എപ്പോഴും ഉണ്ടായിരുന്നത്. പിന്നെ ഞാനും പോയി, അവസാനം ആരും ഇല്ലാണ്ടായി, ചേച്ചി മാത്രമായി ഈ നാട്ടിൽ. അങ്ങനെ പോയും വന്നൊക്കെ ആയിട്ട് ഒരുപാട്, എനിക്ക് തോന്നുന്നത് നാട്ടിൽ കൂടുതൽ കാലം ഉണ്ടായിരുന്നത് ഞങ്ങളാണ്. ബാക്കിയുള്ളവരൊക്കെ പല പല ദേശങ്ങളിലേക്ക് അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ അടുപ്പമുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് വീട്. അതുകൊണ്ട് കൂടുതലൊരു എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ഇടപഴകിയൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ
അശീതി പുതിയൊരു വാക്ക് അങ്ങനെ കിട്ടുകയും ചെയ്തു. 80-ൻ്റെ ഒരു ഇത് സാധാരണ 84 വയസ്സാകുമ്പോൾ ഈ 1000 പൂർണ്ണചന്ദ്രന്മാരെ കാരണം ഒരു സംഭവമാണല്ലോ പറയാറുള്ളത്. അപ്പോൾ ഇതൊരു പുതിയ കാര്യം അങ്ങനെ പഠിക്കാനും കൂടെ പറ്റിയിരുന്നു. എല്ലാ ഐശ്വര്യങ്ങളും മംഗളങ്ങളും നേരുന്നു, നിർത്തുന്നു. താങ്ക് യു. മാലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുക്കന്നൂർ മൊത്തം അറിയുന്ന ഒരാളാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ കാരണവരാണ്. പുള്ളിക്ക് ഒത്തിരി ഓർമ്മകൾ അയവിറക്കാൻ ഉണ്ടാവും. അപ്പം പുള്ളി അത് പങ്കുവയ്ക്കുന്നതാണ്. പ്രിയപ്പെട്ട ഇളയമ്മ എൻ്റെ അമ്മയുടെ സ്ഥാനം കഴിഞ്ഞിട്ട് അടുത്തൊരമ്മയാണ് എൻ്റെ ഈ ഇളയമ്മ. ഞാൻ ഏത് സമയത്തും ഞാൻ പല കാര്യങ്ങൾക്ക് മുക്കുന്നൂർ എറണാകുളത്തൊക്കെ പോകാറുണ്ട്. അവിടെ വന്ന് ഇളയമ്മനെ കാണാതെ ഇന്ന് വരെയും ഞാൻ തിരിച്ച് അട്ടപ്പാടിക്ക് പോയിട്ടില്ല. 56 വർഷമായി അട്ടപ്പാടിക്ക് പോയിട്ട് 19 വയസ്സിൽ പോയതാണ്. പക്ഷെ ഇന്നും ഇളയമ്മ അമ്മയുടെ അതേ സ്ഥാനം ഇന്നും ഇളയമ്മ കൊണ്ട് നടക്കുന്നുണ്ട്. ഞാനും ദൈവത്തിനോട് കൊണ്ട് നടക്കുന്നുണ്ട്. കാരണം എപ്പോൾ വന്നാലും ഇളയമ്മ ഞാൻ അട്ടപ്പാടിയിൽ പോരുന്നുണ്ട്, എനിക്ക് എറണാകുളം പോകണം, ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് വരും, അല്ലെങ്കിൽ ഞാൻ വന്നിട്ടേ പോവുള്ളൂ എന്ന് പറയും. എന്നാലും ഈ ഇളയമ്മയ്ക്ക് ഇത്രയും ദൈവത്തിൻ്റെ കൃപ കിട്ടി മക്കളെല്ലാവരും കണ്ട് ഒരു പ്രകാശിക്കുന്ന ദീപമായിട്ട് ആ കുടുംബം ഇന്നും കൊണ്ടു നടന്നതിൽ 100 നന്ദി. മക്കൾക്ക് വന്ന മരുമക്കൾക്കും എല്ലാ ദൈവത്തിന് അനുഗ്രഹം നിറച്ച് ഇളയമ വാരി ദൈവത്തിന് മുമ്പിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്നേഹത്തിലും എല്ലാ ബഹുമാനത്തിലും അവർ ഇന്ന് വരെ കറുത്ത മുഖം ഞാൻ കണ്ടിട്ടില്ല. ചിരിച്ച് വർത്താനം പറഞ്ഞു. ചിരിയല്ലാതെ ഒരു കറുപ്പ് ആ മുഖത്തുണ്ടായിട്ടില്ല. ആ മോളെപ്പുറം ആ വർത്തമാനം കണ്ട് ഒരു 2 തലയാണ്. അതാണ് ആ ഇളയമയിലുള്ളത്. ആ ഇളയമയ്ക്ക് ഇനിയും ആയുസ് കൂടി വന്ന് ഇനിയും ജനങ്ങൾക്ക് ഇതൊരു പ്രകാശിക്കുന്ന ദീപമായിട്ട് വരണമെന്ന് എപ്പോഴും ഞാൻ പറയുന്നു. ദൈവമേ നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഇളാമയെ കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ ഒരു എന്താ പറയണേ, എൻ്റെ ചെറുപ്പത്തിൽ എനിക്കൊരു 10 വയസ്സൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വെക്കേഷനിൽ വരും, തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ അന്ന് അവരുടെ വീട്ടിലൊരു പശു ഉണ്ടായിരുന്നു. ദിവസം കാലത്ത് ഞാൻ അവരുടെ വീട്ടിലേക്ക് പാൽ കുടിക്കാൻ കിഴക്കേ കിഴക്കൊന്ന് പടിഞ്ഞാറ് കിഴക്കെന്ന് പറയും. അന്ന് ആ 2 മാസം ഏളാമ്മയുടെ വീട്ടിൽ പോയിട്ടാണ് പാൽ കുടിക്കാനൊക്കെ ചെല്ലുന്നത്. ഏളാമ്മയ്ക്ക് ഇന്ന് ശോഭ ഒരു ഗ്രൂപ്പിലൊരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സ്ത്രീയെ കാണാൻ തന്നെ ഭയങ്കര ഇതാണെന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ആരോടും ഒരു വൈരാഗ്യമില്ല, ഒരു സ്നേഹക്കുറവില്ല, മക്കളായാലും മരുമക്കളായാലും പേരമക്കളായാലും. ഏളാമ്മ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല എന്ന് അവൾ എഴുതി. എനിക്ക് 66 വയസ്സായി, ഒരു 56 വയസ്സ് കൂട്ടിക്കോ. 56 കൊല്ലമായിട്ട് ഇളാമ്മയ്ക്ക് അങ്ങനെ ഒരു ദേഷ്യം വന്നിട്ടില്ല, വേണ്ടാന്നോ വേണമെന്നോ അങ്ങനെ ഒരു ആരോടൊരു അങ്ങനെ ഒരു ഇത് പരിഭവം കാണാത്ത ഒരാളാണ്. ഭാര്യയായാലും മക്കളായാലും എല്ലാവർക്കും ഒരു ദേഷ്യം ഇതൊക്കെ വരും. ഇളാമ്മയെ ഞാൻ അങ്ങനെ ഒരിക്കലും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത്രയും നല്ലൊരു സ്നേഹത്തിൽ 80 വയസ്സ് കഴിഞ്ഞു. 100 കൊല്ലം കൂടി നമ്മുടെ 100 കൊല്ലം ആഘോഷിക്കാൻ എൻ്റെ അമ്മ മൂക്കനൊരു അമ്മേനെ ഒന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് കിട്ടിയില്ല എന്ന് വിചാരിക്കുന്നു. ഇളാമ്മയ്ക്കൊന്ന് കിട്ടുന്ന ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ, ഞങ്ങളതിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒന്നുകൂടി ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. ഇളാമ്മ എന്നെ വളർത്തിയ സാധനം. ഓക്കെ, താങ്ക് യു. അപ്പോ അമ്മച്ചിയുടെ 80-ാം, ഞാൻ ആ പേര് പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞേ, അസീരി ആഘോഷിക്കാനായി എത്തിയ സ്നേഹം നിറഞ്ഞ എല്ലാവരും നന്ദി പറയുന്നു. അതോടൊപ്പം നമ്മുടെ ഭക്ഷണം കഴിക്കാനായി എല്ലാവരെയും ക്ഷണിച്ചുള്ളൂ. താങ്ക് യു. അമ്മയെ ഒരു താങ്ക് യു പറയാനുണ്ടോ? എൻ്റെ 80-ാം പിറന്നാളിൽ വന്ന് സഹിച്ച എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ നന്ദിയും സ്തുതിയും ആരാധനയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നിച്ച് ജീവിക്കുവാനും സ്വർഗ്ഗം ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള പ്രഭാവനം യേശു തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിർത്തുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി.